പ്രൈസ് ദി ലോർഡ്. അവൻ മാറത്തില്ല. അത് വിശ്വസിക്കാമെങ്കിൽ ഇന്ന് പകൽ വിശ്വസിക്കുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെയൊക്കെ വമ്പൻ ഉദാഹരണമാണ് ഞാനും കർത്താവിൻ്റെ ദാസൻ ടിജോയൊക്കെ. ആമേ, ഈ ദൈവദാസനെ ഓർത്ത് ഞാൻ ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. ആമേ, ദീർഘവർഷങ്ങൾ ഒത്തിരി ഏലിയാവുമാരുടെ പുറകെ ഏലീശയായിട്ട് നടന്ന പുള്ളിയാണ്. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് ഈ തലമുറയിൽ ആമേ കേരളത്തിലൊരു തരംഗമായി കർത്താവിൻ്റെ ദാസനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആമേ എൻ്റെ പ്രിയപ്പെട്ട ദുബായിക്കാരെ, നിങ്ങൾ അവനെ പ്രയോജനപ്പെടുത്തണം. ആമേ, ഈ കാര്യം ഒരു പ്രവചനം പോലെ നിങ്ങൾ എഴുതി വെച്ചോ. നിങ്ങൾ അവനെ ഒന്ന് കാണാൻ ആമേ അവൻ ക്യൂ നിൽക്കുന്ന ദിവസങ്ങളുണ്ട്. ഹല്ലേലൂയ. കർത്താവ് അതുപോലെ ചിലത് അവൻ്റെ മേൽ ഇട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അവനെ പ്രയോജനപ്പെടുത്തുന്ന പ്രിയപ്പെട്ടവർക്കാ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ചേർന്ന് കർത്താവിനെ സ്തോത്രം പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ തലമുറയിൽ പൗലോസ് അവിടെ ചെല്ലുന്നെന്നറിഞ്ഞപ്പോഴേ ഹല്ലേലൂയ പലരുടെ മനസ്സ് പറഞ്ഞു, ആമേ ദൈവം എന്തോ ഞങ്ങളുടെ മേൽ അയക്കാൻ പോകുകയാണ്, പരിശുദ്ധാത്മാവ് എന്തോ ഞങ്ങളുടെ മേൽ ചെയ്യാൻ പോകുകയാണ്. ആമേ, അന്ന് എന്തായാലും നേരത്തെ യോഗത്തിന് എല്ലാവരും വന്നു. ആമേ, യോഗത്തിന് വന്ന് കയറി ഉടനെ പൗലോസ് ചോദിച്ചൊരു ചോദ്യം, ഏത് സംഘടനയാണ്? ആമേൻ, കുമ്പനാട് രജിസ്ട്രേഷൻ ഉണ്ടോ, അതോ നിങ്ങൾ എവിടെ ഈ പരിപാടികളൊക്കെ നടക്കുന്നതൊന്നും പൗലോസ് ചോദിച്ചില്ല. പൗലോസ് കയറി ചോദിച്ചൊരൊറ്റ ചോദ്യം, ആമേ എടാ അച്ഛാ, നിനക്ക് പണം ഉണ്ടെങ്കിലും ആമേ എന്തോ ഉണ്ടെങ്കിലും എനിക്കൊരൊറ്റ കാര്യം പറഞ്ഞാൽ മതി. ആമേ, നീ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടുണ്ടോ? ആമേ, അതായത് ദൈവാത്മാവിനോട് കൂടെ നിൽക്കാൻ നിനക്ക് പറ്റുമോ ഇല്ലയോ എന്ന് ഇന്ന് പകൽ ദൈവാത്മാവ് ചോദിക്കുന്നത്. ആമേ, ആത്മപകർച്ചകൾ കൊതിക്കുന്ന ദുബായ് പട്ടണത്തിൽ എന്തെങ്കിലും ഇന്ന് പകൽ കൊതിക്കുന്നെങ്കിൽ ആമേ ഈ പകലും എനിക്ക് ചോദിക്കാൻ ഒരൊറ്റ ചോദ്യം, നിന്റെ പേഴ്സിൽ എത്ര പൈസ ഉണ്ടെന്നല്ല, നീ വന്ന കാർ ഏതെന്നല്ല ഞാൻ ചോദിക്കുന്നത്, നീ പരിശുദ്ധ ആത്മാവിൽ സഹകരിക്കാൻ നിനക്ക് മനസ്സുണ്ടോ? ആർക്കായി ദൂത് പിടികിട്ടിയേ? അമ്മേ, സഹോദരി സഹോദരന്മാരെ, ആമേൻ, അവർ ആദ്യമായിട്ടൊരു ദൂത് പറഞ്ഞു. അവർ ചാടിക്കേറി പറഞ്ഞു, എന്തുവാ പരിശുദ്ധാത്മാവോ? ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. എന്തോ പറഞ്ഞത്? ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. അവർ സത്യം പറഞ്ഞു. ആമേ, ഞാനെങ്ങാണമായി ഈ ചോദ്യം ഏതെങ്കിലും സഭയിൽ പോയി ചോദിച്ചെങ്കിൽ അവർ എന്നോട് തിരിച്ചു ചോദിക്കും, നീ എന്നാ ഇത് കണ്ടേ? നീ എന്നാ ഇതൊക്കെ കാണാൻ തുടങ്ങി? ഞങ്ങൾ ജനിച്ച് വീഴുതായിട്ട് ഡംബരാത്ത ആമേൻ, ഇപ്പോഴും കണ്ട് ഒരുത്തൻ ഇറങ്ങിയിട്ട് വന്നിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. ആമേ, ഇന്ന് പകൽ എന്താ നിന്റെ മേൽ ആത്മപകർച്ച നടക്കാത്തതെന്ന് ഞാൻ പറയാം. ആമേ, നിനക്കെല്ലാം അറിയാമെന്നൊരു ഭാവം നിന്റെ അകത്ത് കിടപ്പുണ്ട്. ആമേ, എന്തൊക്കെയോ തികഞ്ഞു എന്നൊരു ചിന്ത നിന്റെ മനസ്സിനകത്ത് കിടപ്പുണ്ട്. ആമേ, സഹോദരിക്കെല്ലാം അറിയാം പരിശുദ്ധാത്മാവിനെ കുറിച്ച്. പക്ഷെ ഞങ്ങളുടെ ചർച്ചിലെ ചില സഹോദരിമാർക്ക് എല്ലാം അറിയാം, മിണ്ടുന്നില്ല. നിങ്ങൾക്കെല്ലാം അറിയോ പരിശുദ്ധാത്മാവിനെ കുറിച്ച്? പക്ഷെ ഞങ്ങളുടെ ചർച്ചിലെ ചില ആളുകൾ കാലുമേ കാലൊക്കെ കയറ്റി വെച്ച് അവർക്കെല്ലാം അറിയാം, അവരുടെ പോക്കറ്റിലെ സാധനം ഇരിക്കുന്നത്. ഇന്ന് പകൽ അറിയത്തില്ലെന്ന് പറയാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പകൽ നിന്നെ അറിയിപ്പിക്കാൻ പരിശുദ്ധാത്മാവ് എത്ര പേർ പറയും എനിക്കറിയത്തില്ല? ശുശ്രൂഷ ഏതെങ്കിലൊക്കെയോ മേഖലകളിലൊക്കെ ഞങ്ങളെ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ ഇന്നും എനിക്കറിയാം, എനിക്കൊന്നും അറിയത്തില്ല. പ്രാർത്ഥിച്ചേ, കർത്താവ് ഭയങ്കരമായിട്ട് ഇറങ്ങുക. കർത്താവെ അറിയത്തില്ലെന്ന് പറഞ്ഞ വാതോറ പറ, അറിയത്തില്ലെന്ന്. നിന്റെ അറിവില്ലായ്മ സമ്മതിക്കുക. ഇത് തന്നെയല്ലേ യേശു പറഞ്ഞത്? ആത്മാവിൽ ദരിദ്രരായവർ, നിന്റെ അകത്തൊരു ഭയങ്കര ശൂന്യത എന്ന് പകൽ അനുഭവിക്കട്ടെ. ഈ പകൽ ഈ മുറിക്കകത്ത് സംഭവിക്കാനിരിക്കുന്ന ഈ ആത്മപകർച്ച റൈസൻ തോമസോ ടിജോ ബ്രദറോ പ്രസംഗിച്ച കാരണത്താൽ നടക്കത്തില്ല. ഇവിടെ എന്തെങ്കിലും നടക്കണമെങ്കിൽ ദാഹമുള്ളൊരു തലമുറ, ഹല്ലേലൂയ, ഭയങ്കരമായ ദാഹമുള്ളൊരു ജനറേഷൻ. അമ്മേ, എത്ര പേർ പറയും ഒന്നും അറിയത്തില്ലെന്ന്? ഈ പകൽ ഡാഡി ഞാൻ സമ്മതിക്കുന്നു, എനിക്കൊന്നും അറിയത്തില്ല, ഞാനൊന്നും കണ്ടിട്ടില്ല. എനിക്ക് ചേർന്നുകൂടെ എന്ന് രാവിലെ മനസ്സിലാക്കി തരണേ. പ്രാർത്ഥിച്ച് കർത്താവ് തൊടട്ടെ. മനസ്സ് തുറന്ന് കരഞ്ഞോ, നിലവിളിച്ചോ, പ്രാർത്ഥിച്ച്. എൻ്റെ പ്രാർത്ഥനയുടെ ശക്തിയാ. ഈ പകൽ നിന്റെ മേൽ വ്യാപരിക്കുന്ന ഈ ആത്മശക്തിയുടെ അളവിനെ നിശ്ചയിക്കുന്നത്, നിന്റെ മേൽ വ്യാപരിക്കുന്ന ഈ ആത്മശക്തിയുടെ അളവിനെ നിശ്ചയിക്കുന്നത്. പ്രാർത്ഥിച്ചേ. ദുബൈയിൽ എല്ലാം അറിയാമെന്ന് പറഞ്ഞിരിക്കുന്ന നൂറുകണക്കിന് ആളുകൾക്ക് നടുവിൽ
ഇന്ന് രാവിലെ ഒരു തലമുറ എഴുന്നേറ്റ് പറ, എനിക്കൊന്നും അറിയത്തില്ല അപ്പച്ച. പ്രാർത്ഥിച്ചേ 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 പ്രാർത്ഥിക്കുക, വെളിപ്പെടട്ടെ. പ്രാർത്ഥിക്കുക, ആത്മാവിന്റെ നിയോഗത്തിന്റെ ഒരു പ്രാർത്ഥന ഇന്ന് പകൽ പ്രാർത്ഥിക്കുക. നിയോഗത്തിന്റെ ഒരു കൈവപ്പ് ഇന്ന് പകൽ വെക്ക. ചിലതിന്റെ മേൽ ആത്മാർത്ഥമായി ചിലതിന് വേണ്ടി പ്രാർത്ഥിക്കുക. കൈവച്ച് പകരപ്പെടട്ടെ ആത്മശക്തി, പകരപ്പെടട്ടെ അഭിഷേകത്തിന്റെ കൈമാറ്റം, പകരപ്പെടട്ടെ നിയോഗത്തിന്റെ പുതപ്പ്. ഈ പകൽ ഏലിയാവിന്റെ മേൽ നിന്ന് വീണതുപോലെ, എലീശയുടെ മേൽ വീണതുപോലെ ഒരു പുതപ്പിന്റെ രാവിലെ ചിലതിന്റെ മേൽ വീഴട്ടെ, 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 വീഴട്ടെ. ആ പുതപ്പിന്റെ രാവിലെ വീഴട്ടെ, ആ പുതപ്പിന്റെ രാവിലെ വീഴട്ടെ. വീഴട്ടെ, വീഴട്ടെ, വീഴട്ടെ. വമ്പൻ കൈമാറ്റങ്ങൾ നടക്കട്ടെ. ആത്മശക്തിയുടെ പകർച്ച എന്തെന്ന് ഇന്ന് രാവിലെ ഈ പട്ടണം അറിയട്ടെ. ആത്മപകർച്ചയുടെ ശക്തി എന്തെന്ന് ഈ പട്ടണം തിരിച്ചറിയട്ടെ. പ്രാപിക്കുക. ഒരു തലമുറ ഇന്ന് രാവിലെ സ്തോത്രം പറ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒറ്റ കാര്യം നീ ഇന്ന് രാവിലെ പറഞ്ഞാൽ മതി. ഒരു പകർച്ചയ്ക്ക് വേണ്ടി നീ കൊതിക്കുന്നുണ്ടോ? ഒരു ആത്മപകർച്ചയ്ക്ക് വേണ്ടി നീ കൊതിക്കുന്നുണ്ടോ? ഒറ്റ കാര്യം എന്ന് പകൽ പറഞ്ഞാൽ മതി. എനിക്കൊന്നും അറിയത്തില്ല, ഞാനൊന്നും കണ്ടിട്ടില്ല, എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. ഈ തലമുറയിൽ അറിയത്തില്ലെന്ന് ആര് പറയുമോ? ചരിത്രം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു പകർച്ച നിന്റെ മേൽ അയച്ച് രാജ്യങ്ങൾക്കൊരു അപ്പോസ്തലനായി ഈ രാവിലെ ദൈവം നിന്നെ വലിച്ചെറിയാൻ പോകുക. എല്ലാവർക്കും അറിയാം, ഒത്തിരി പേർക്ക് അറിയാം. നിന്റെ അറിവിന്റെ മേലല്ല അഭിഷേകം വീഴുന്നത്, നിന്റെ അറിവില്ലായ്മകളുടെ മേൽ. പ്രാർത്ഥിക്കാവോ സഹോദരി? ഇന്ന് രാവിലെ നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുമെന്ന് നിന്റെ മേലിടാൻ ദൈവം തയ്യാറാ. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചേ. Jesus. അറിയത്തില്ല പ്രിയരെ, വളരെ പരമാർത്ഥമായിട്ട് ഇന്ന് പകൽ പറയാൻ പറ്റും. ഒരു തലമുറയും നിർത്തിയിട്ടില്ലാത്ത ഏരിയകളിലെല്ലാം എവിടേക്കോ നിർത്തിയിട്ടുണ്ട്. പക്ഷെ ഇന്നും എൻ്റെ അകത്ത് ഭയങ്കര ദാഹമാണ്. എത്ര നാളെ നമ്മുടെ മേലെ ഈ പകർച്ച നടക്കുന്നതെന്ന് പറയാം. യേശു പറഞ്ഞ പദം തന്നെ എടുത്താൽ മതി, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ. എത്ര നാൾ നിനക്ക് ദാഹം കാണുമോ? അത്രയും നാൾ ഞാൻ നിന്റെ മേൽ പകർന്നുകൊണ്ടിരിക്കും. ആമേൻ. എത്ര നാൾ നിനക്ക് ദാഹം കാണുമോ? നിന്റെ ദാഹമാ എൻ്റെ പകർച്ചയുടെ കണക്ക്. നീ എത്ര ഉയർന്നാലും, നീ എത്ര വലിയവനായാലും, നിന്റെ മരണക്കിടക്ക് വരെ നീ പറയണം, ദാഹിക്കുന്നു. പൗലോസ് പറഞ്ഞ ഓർമ്മയില്ലേ? ലഭിച്ചെന്നോ പ്രാപിച്ചെന്നോ അല്ല, എനിക്ക് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ ട്രൈ ചെയ്യുക. പ്രിയരെ, പ്രാർത്ഥിച്ചത് സാധാരണ പകലല്ലത്. ദൈവാത്മാവ് ഭയങ്കരമായ ചില കൈമാറ്റങ്ങൾ ചിലതിന്റെ മേൽ നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആത്മാവിലൊന്ന് പോരാടി പ്രാർത്ഥിച്ചേ. ജീസസ്, ജീസസ്, ജീസസ്.
പല സഭകളിലും കർത്താവിന് ഒന്നും ചെയ്യാൻ പറ്റാത്തത്, അവരുടെ ദാഹം തീർന്നുപോയി. ഇപ്പോഴവർക്കെല്ലാം അറിയാം, ഇപ്പോഴവർക്കെല്ലാം അറിയാം. അവർക്ക് പ്രസംഗിക്കാൻ അറിയാം, പ്രബോധിപ്പിക്കാൻ അറിയാം. പക്ഷെ ഈ പകൽ ഞാൻ പറയുന്ന അടി എനിക്കൊന്നും അറിയത്തില്ല. അറിയത്തില്ലെന്ന് പറഞ്ഞ ദിവസങ്ങളിലല്ല, ഒരു തീക്കാറ്റ എന്റെ മുറികളിൽ അവൻ ഇറങ്ങിയിട്ടുണ്ട്. മരണ വീട്ടിൽ കരയുന്നത് പോലൊരു കരച്ചിൽ ഇന്ന് പകൽ ചിലതിന്റെ വായിൽ നിന്നും ഉയരും. ആമേൻ. ഇത് ഒന്നും ഇല്ലാത്തതിന്റെ കരച്ചിലല്ല. ആമേൻ. അനുഗ്രഹത്തിന് വേണ്ടിയുള്ള കരച്ചിലല്ല. ഒരു അഭിഷേകത്തിന്റെ അടുത്ത തലങ്ങൾ കാണാൻ, ഒരു അഭിഷേകത്തിന്റെ അടുത്ത ഏറിയകളിലേക്ക് കുതിക്കാൻ, ഇന്ന് വരെ ആരും മനസ്സിലാക്കിയിട്ടില്ലാത്ത, ആരും നിന്നിട്ടില്ലാത്ത ആത്മശക്തിയുടെ അടുത്ത അളവുകളിലേക്ക് കുതിക്കാൻ. ജീസസ്, 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 ജീസസ്. വിശ്വസിക്കുന്ന ഇന്ന് പകൽ നിന്റെ മേൽ സംഭവിക്കുകയാണ്.
പ്രിയരെ, ഭയങ്കര കൃപാവരങ്ങളുടെ കൈമാറ്റങ്ങൾ ഈ നിമിഷങ്ങളിൽ ദൈവം ചെയ്തുകൊണ്ടിരിക്കുക. ആമേൻ. പരിശുദ്ധാത്മ പറയുന്നു, ചില പ്രവാചകന്മാർ ഈ സമയം ഇവിടെ എഴുന്നേൽക്കാൻ പോകുക. ചില പ്രവാചകിമാരെ ദൈവത്തിന്റെ ആത്മാവിടെ എഴുന്നേൽപ്പിക്കാൻ പോകുക. രോഗശാന്തിയുടെ ശുശ്രൂഷകൾ ദൈവം കൈമാറാൻ പോകുക. വീര്യ പ്രവർത്തികൾ ദൈവം കൈമാറാൻ പോകുക. അന്ത്യകാല സഭയ്ക്ക് വേണ്ടി ഒരായുധപുരയായി ഈ പകൽ ഇതിനെ മാറ്റാൻ പോകുകയാണ്. സഭയ്ക്ക് വേണ്ടി ഒരു ആയുധപുര പോലെ ഇന്ന് പകൽ ഈ കൂട്ടത്തെ ദൈവാത്മാവ് മാറ്റുകയാണ്. വിശ്വസിക്കുക. ഒരു സാധാരണ വർഷമായിരിക്കത്തില്ല. 2013 അസാധാരണമായ ആത്മപകർച്ചകളുടെ, അസാധാരണമായ അത്ഭുതങ്ങളുടെ, അസാധാരണമായ ദൈവശക്തികളുടെ വർഷങ്ങളാക്കി 2013 ഞാൻ മാറ്റും. ജീസസ്, 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 ജീസസ്. ആത്മാവിന്റെ മകൾ പ്രവചിച്ചു പറയുന്നു, സ്റ്റേഡിയങ്ങൾ വരെ വാടകയ്ക്കെടുത്ത് ആരാധിക്കുന്ന കൂട്ടങ്ങൾ ദുബൈയിൽ ഉണ്ടാകുമെന്ന് ആത്മാവിന്റെ മകൾ പറയുന്നു. വർഷങ്ങൾ, മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്ന തലമുറകളുടെ പ്രാർത്ഥനയുടെ കൈമാറ്റങ്ങൾ ഇന്ന് മകൾ യേശുവിൻ നാമത്തിൽ ഈ ജനത്തിന്റെ വീഴട്ടെ. Feel the fire anointing. Feel the fire. Jesus. 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 Holy Spirit, thou art welcome in this place. Holy Spirit, thou art welcome in this place. Holy Spirit, thou art welcome. രണ്ട് കരങ്ങളെ ഉയർത്തി സ്വാഗതം ചെയ്താട്ടെ. Holy Spirit, we welcome you. In this place, omnipotent Father, have mercy and grace. The one welcome in this place. Holy Spirit, the one welcome in this place. Holy Spirit, the one welcome in this place. Omnipotent Father, have mercy and grace. The one welcome in this place. Jesus, oh Jesus, your presence makes me whole. Jesus, oh Jesus, sing Jesus, oh Jesus, Jesus, oh Jesus, your presence makes me whole. Yeshua, oh Yeshua, Yeshua, oh Yeshua,
പോൽ മറ്റാരുമില്ല. യേശുവേ യേശുവേ അങ്ങേ പോൽ മറ്റാരുമില്ല. അങ്ങല്ലോ എൻ രാജാവ്, അങ്ങല്ലോ എൻ പിതാവ്, അങ്ങല്ലോ എൻ രാജാവ്, അങ്ങല്ലോ എൻ പിതാവ്. നിനക്ക് വിശ്വസിക്കാൻ പറ്റുമോ? നിനക്ക് വിശ്വസിക്കാൻ പറ്റുമോ? നിന്റെ ദാഹമാണ് ആത്മപകർച്ചയുടെ തീവ്രതകൾ നിശ്ചയിക്കുന്നത്. ഒരു 10 ടാങ്കർ വെള്ളം കുടിക്കാൻ നിനക്ക് ദാഹമുണ്ടോ? ഈ രാത്രി പകരാൻ പരിശുദ്ധിയാമാവ് തയ്യാർ. ഒരു കടല് പോലെ നിനക്ക് ദാഹമുണ്ട്. ഒരു കടല് പോലെ ദാഹമുണ്ടോ? നിന്നെ ആ കടലിനകത്ത് എടുത്തെറിയാൻ ദൈവം തയ്യാർ. മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കടക്കാൻ വയ്യാത്ത ഭയങ്കര ആത്മപ്രേരണ എന്ന പകലുണ്ട്. ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഭയങ്കര കൃപാവരങ്ങളുടെ പകർച്ച പരിശുദ്ധാത്മാവ് ഈ പകലോട് അയക്കും. 2-3 സെന്റൻസുകൾ. ഭാഷ അറിയാവുന്ന മലയാളി നിനക്ക് സ്വീകരിക്കാമെങ്കിൽ ഭാഷ അറിയാത്തവളെ കൊണ്ടിരുത്തി ദൈവം സ്വീകരിപ്പിക്കും. അമ്മേ അമ്മേ അമ്മേ. ആരുടെയൊക്കെയോ ജീവിതം ഈ പകലോടെ മാറും. കർത്താവ് കൃപയാൽ അങ്ങനെ ഒരു അഭിഷേകം ഇട്ടിട്ടുണ്ട്. ഒരു ബ്രേക്ക് ത്രൂ അനോയിന്റിംഗ് കർത്താവ് കൃപയോൽ എവിടെയോ എന്നെ വിളിട്ടിട്ടുണ്ട്. അതൊന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി റിലീസ് ചെയ്യാൻ പരിശുദ്ധിയാത്മാവ് ആഗ്രഹിക്കുന്നു. Holy Spirit reign. Holy Spirit reign, rain down, Jesus. rain down. Jesus. Jesus. Rain down, Jesus. rain. എത്ര പേര് ഈ പകൽ പറയും ഒരു മഴ പെയ്യുന്നത് പോലെ, ഒരു മഴ പെയ്യുന്നത് പോലെ, ഒരു ചാറ്റമഴയല്ല ഈ രാവിലെ ഞാൻ കാണുന്നത്. വലിയ മഴയുടെ മുഴക്കം ഞാൻ കേൾക്കുന്നുണ്ട്. വലിയ മഴയുടെ മുഴക്കം ഞാൻ കേൾക്കുന്നുണ്ട്. Spirit of the living God, ചേർന്ന് 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 fall afresh on me. Spirit of the living God, fall afresh on me. Break me, melt me, mold me, and fill me. Spirit of the living God, fall afresh on me. ആത്മാവാ
ദൈവമേ സ്വരീകമേ അഗ്നി ആത്മാവ ദൈവമേ സ്വരീകമേ അഗ്നി തകർക്കണേ ഉടയ്ക്കണേ മനയണേ എന്നെ പണിയണേ ആത്മാവ ദൈവമേ സ്വരീകമേ അഗ്നി ശ്രദ്ധിച്ച പ്രിയരെ, ഒരു കൊച്ചു ചോദ്യം, ആ കൊച്ചു ചോദ്യത്തോട് പ്രതികരിച്ചതായിരുന്നു ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉണർവ് എഫേസോസിൽ ആരംഭിക്കാൻ കാരണം. ഇന്ന് രാത്രി ഒരുപക്ഷെ ദുബൈയിൽ നിന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു ഉണർവിന്റെ സാധ്യതകൾ നീ പറയുന്ന മറുപടികൾക്ക് മുമ്പില്ല. Praise the Lord. Praise the Lord. Praise the Lord. ഭാരതം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത, ഇന്ത്യൻ ചർച്ച് ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത ഉണർവുകളുടെ വാതിൽ മുഴുവൻ തുറന്നു കിട്ടുന്നത്